ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ വേറൊരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ആ ടോപ്പിക്കിൻ്റെ പേരാണ് XLPE. ഓക്കെ, XLPE എന്ന് പറഞ്ഞാൽ എന്താണ്? XLPE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം നമ്മളെ എക്സിനെ ഉദ്ദേശിക്കുന്നത് ക്രോസ് എന്നാണല്ലോ ഇത്. ഓക്കെ, ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ. ഓക്കെ, ഇതൊരു ടൈപ്പ് ഓഫ് കേബിളാണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ഓഫ് കേബിൾസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് കേബിൾസിനെ എടുത്ത് പറയണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി ചോദിക്കണത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലീൻ കേബിൾസ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കാറ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ബേസിക്കലി പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കറണ്ട് റേറ്റിംഗ് ഉണ്ട്. ഓക്കെ, കറണ്ട് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി. ഓക്കെ, അങ്ങനെ കറണ്ട് റേറ്റിംഗ് ഇഷ്ടം പോലെ ഉണ്ട്. ഹയർ കറണ്ട് റേറ്റിംഗ് ആണ്. സെക്കൻഡ് പോയിൻ്റായിട്ട് പറയേണ്ട കാര്യം ഹയർ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് റേറ്റിംഗ്. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാനുള്ള കറണ്ട് റേറ്റിംഗ് ഹയർ ആണ്. ഓക്കെ, സംഭവിക്കാതിരിക്കാൻ. ഓക്കെ, മൂന്നാമതായിട്ട് പറയേണ്ട കാര്യം ലോങ്ങർ സർവീസ് ലൈഫാണ്. സർവീസ് ലൈഫ് അത്യാവശ്യം നല്ല രീതിയിൽ കൂടുതലായിട്ട് ഉണ്ട്. ഓക്കെ, സർവീസ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസ് ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നത് കുറച്ചും കൂടി കൂടുതലാണ് എന്നാണ് ഉദ്ദേശിച്ചത്. സർവീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എന്തെങ്കിലും കേടുപാടുകൾ വരുമ്പോൾ നമ്മൾ സർവീസ് ചെയ്യും. അപ്പോൾ സർവീസ് ലൈഫ് കുറേ കാലം കഴിഞ്ഞിട്ട് സർവീസ് ചെയ്താൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് നാലാമതായിട്ട് പറയുന്നത്? ഇറ്റ് ഈസ് ലെസ് സെൻസിറ്റീവ് ടു ദ സെറ്റിംഗ് ഓഫ് നെറ്റ്വർക്ക് പ്രൊട്ടക്ഷൻ. ഓക്കെ, ലെസ് സെൻസിറ്റീവ്, അത്ര സെൻസിറ്റീവ് അല്ല നമ്മളെ നെറ്റ്വർക്ക് പ്രൊട്ടക്ഷൻ്റെ കാര്യം ചിന്തിക്കുമ്പോൾ എന്ന രീതിയിലാണ് പറയണത്. പിന്നെന്താണ്? ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് 130 ഡിഗ്രി സെൽഷ്യസ് ഫോർ ഷോർട്ട് ടൈം ആൻഡ് ഇറ്റ് ഈസ് ഫേവറബിൾ ടു എൻഡ്യൂർ ഷോർട്ട് സർക്യൂട്ട് സ്ട്രെസ്സസ്. ഓക്കെ, അപ്പോൾ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ 130 ഡിഗ്രി സെൽഷ്യസ് മാക്സിമം. ഓക്കെ, ഷോർട്ട് ടൈമേ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഓക്കെ, ഇനി പറയേണ്ട അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാക്ക് റെസിസ്റ്റൻ്റ് ആണ്. ക്രാക്ക് റെസിസ്റ്റൻ്റ് ആണ്. അടുത്ത പോയിൻ്റായിട്ട് വരുന്നത് ലോ ഡൈഇലക്ട്രിക് ലോസ്. അതൊരു നല്ല രീതിയിലുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് തന്നെയാണ് ലോ ഡൈഇലക്ട്രിക് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അവസാനമായി പറയേണ്ട കാര്യം എങ്ങനെയാണ്? റെസിസ്റ്റൻറ്റ് ടു ആസിഡ്സ് ആൽക്കലീസ്. ഓക്കെ, ആസിഡിനെയും ആൽക്കലീനെയും ഒരു പരിധി വരെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനുണ്ട്? ഈ ഒരു ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലീൻ കേബിൾസിനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിൻറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹയർ കറണ്ട് റേറ്റിംഗ് ആണ്. ഓക്കെ, രണ്ടാമതായിട്ട് വരുന്ന പോയിൻ്റ് ഹയർ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് റേറ്റിംഗ്, ലോങ്ങർ സർവീസ് ലൈഫ്, പിന്നെന്താണ്? ക്രാക്ക് റെസിസ്റ്റൻറ്റ്, ലോ ഡൈഇലക്ട്രിക് ലോസ്, പിന്നെന്താണ്? റെസിസ്റ്റൻറ്റ് ടു ആസിഡ്സ് ആൽക്കലീസ്. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലീൻ കേബിൾസിൻ്റെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റാവുന്നത്. ഓക്കെ, ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലീൻ ലിങ്ക് ചെയ്യുകയാണ്. ക്രോസ് പോളിമേഴ്സ് ഉപയോഗിച്ചിട്ട് ലിങ്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു കേബിളാണ് ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലീൻ കേബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള കേബിൾസ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താണ് ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എന്തായിരിക്കും ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ പണ്ട് കാലങ്ങളിലാണ്. ഇപ്പോൾ അത്ര ഫ്യൂസ് എന്താ പറയുക, ഫ്യൂസ് അടിച്ചു പോയി എന്നൊന്നും നമ്മൾ പൊതുവെ പറയാറില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു സാഹചര്യം വരാറില്ല പൊതുവെ. ഓക്കെ, MCB LCB അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം എന്താണ് ഡൗൺ ആവാറാണ് ചെയ്യാറ്. പൊതുവെ MCB LCB ഡൗൺ ആയി നമ്മളെന്താ ചെയ്യുക? അതാണ് പൊക്കി കൊടുക്കുക ചെയ്യാറ്. ഓക്കെ, ഇടി മിന്നലൊക്കെ ഉള്ള സമയത്ത് അത് താഴ്ത്തിയും കൊടുക്കും. അതേപോലെ ചില സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺ ആവും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വരുന്നത്. കുറച്ച് ഒരു 10 വർഷം മുന്നേയൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ഈ ഫ്യൂസ് അടിച്ചു പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, ഫ്യൂസ് വയർ അടിച്ചു പോകുക എന്നുള്ള രീതിയിലുള്ള ടെൻഡൻസി വരാറുണ്ട്. ഓക്കെ, അപ്പോൾ പറയുകയാണെങ്കിൽ എന്താണ് ഫ്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് ഡിവൈസ് യൂസ്ഡ് ഫോർ interrupting an electric circuit. Okay, under short circuit or excessive overload, പിന്നെ കറണ്ട് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, എന്താണ്? നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ടിനുള്ള കറണ്ടിനെ ഇൻറപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,
എപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിൽ? നമുക്ക് ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ എക്സസീവായിട്ട് ഓവർലോഡായിട്ട് കറണ്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്ന സമയത്തോ. ഓക്കെ, ഈ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ടിന് ഒരു ഇൻട്രപ്ഷൻ വരുത്താൻ പറ്റും. എങ്ങനെയാണ് ഇൻട്രപ്ഷൻ വരുത്തുക? ഫ്യൂസ് ഊരിയ പിന്നെ കറണ്ട് അത് കൂടെ പാസ്സാവുമോ? ഇല്ല, അപ്പോൾ പാസ്സാവൂല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പഠിക്കേണ്ടത് അതിൻ്റെ ആക്ഷനാണ്. എങ്ങനെയാണ് ആക്ഷൻ? ഓക്കെ, നോർമലായിട്ടുള്ള ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിൽ when the current is within safe limit, the heat developed in the fuse element carrying the current is readily dissipated into the surrounding air. ഓക്കെ, നോർമലായിട്ട് കറണ്ട് വരുമ്പോൾ അതിലൊരു ഹീറ്റ് ലിബറേഷൻ ഉണ്ടാവും. ഓക്കെ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ആ ഡെവലപ്പ് ചെയ്യണ ഹീറ്റ് ഈ ഫ്യൂസ് എലിമെൻ്റ് എന്ത് ചെയ്യും? ഈ ഒരു സറൗണ്ടിങ്ങിലുള്ള വായുവായിട്ട് അതങ്ങോട്ട് ഡിസിപ്പേറ്റ് ചെയ്തിട്ട് പോകും. ഡിസിപ്പേറ്റ് ചെയ്യുക പറഞ്ഞാൽ കലർത്തിയിട്ട് അതങ്ങോട്ട് എന്ത് ചെയ്യും? നമുക്ക് എന്താ പറയുക, കൂടുതൽ എഫക്റ്റ് വരാത്ത രീതിയിൽ അതങ്ങ് ക്യാരി ഔട്ട് ചെയ്തിട്ട് പോകും. ഓക്കെ, നള്ളിഫൈ ചെയ്യും അതിൻ്റെ എഫക്റ്റ്. ഓക്കെ, അതാണ് നമ്മൾ എന്താ പറയണത്? നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ നമ്മളെ ഫ്യൂസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്? സേഫ് ലിമിറ്റിലുള്ള കറണ്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യണ ഹീറ്റ് എന്ത് ചെയ്യും? സറൗണ്ടിങ് എയറിലേക്ക് എന്താ പറയുക, ഡിസിപ്പേറ്റ് ചെയ്ത് പോകുമെന്നാണ് പറയുന്നത്. അത് തന്നെ നമ്മളിപ്പോൾ ചിന്തിക്കുക, ദ കറണ്ട് എക്സീഡ്സ് ദ ലിമിറ്റിംഗ് വാല്യൂ. ഓക്കെ, കറണ്ട് അത് കൂടെ പോണ കറണ്ട് എന്ത് ചെയ്യും? അതിൻ്റെ ഒരു ലിമിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിൻ്റെ ഒരു പരമാവധി അത് കൂടെ പോകാൻ പറ്റിയ ഒരു രീതിയിലുള്ള ഒരു ലിമിറ്റിനെയാണ് ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത്. ആ ലിമിറ്റിംഗ് വാല്യൂവിനെ കാട്ടി എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ദ ഹീറ്റ് ജനറേറ്റഡ് കനോട്ട് ബി ഡെസിപ്പേറ്റഡ്. ഓക്കെ, ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യണതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പിടിച്ചു നിർത്താനുള്ള കെൽപ്പ് കുറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഫ്യൂസിബിൾ എലിമെൻറ്റ് എന്ത് ചെയ്യും? ഹീറ്റ് ആവാൻ സാധ്യത. ഫ്യൂസിബിൾ എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളതിൽ കോപ്പർ വയറാണ് ഇട്ട് കൊടുക്കാറ്. ആ കോപ്പർ വയറിന് ഹീറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെന്ത് ചെയ്യും? അത് മെൽറ്റ് ചെയ്യും. ഹീറ്റായി കഴിയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അത് മെൽറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പിന്നെന്താവും? ആ സർക്യൂട്ടിനെ തന്നെ അത് ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഏതൊക്കെ സാഹചര്യത്തിലാണ് സംഭവിക്കാൻ സാധ്യത? ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുമ്പോൾ, ഓവർലോഡ് വരുന്ന സമയത്ത്, പിന്നെ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്ന സമയത്ത്. ഓക്കെ, കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ലിമിറ്റിംഗ് വാല്യൂവിനെയും കാട്ടി കൂടുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇതെന്താ ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം പറഞ്ഞ പോലെ ഹീറ്റ് കൂടുതലാവുമ്പോൾ എന്താവും? ആ ഒരു ഫ്യൂസിബിൾ എലിമെൻറ്റ് എന്താണോ ഫ്യൂസായിട്ട് ഉപയോഗിക്കുന്നത് അത് അങ്ങോട്ട് മെൽറ്റായിട്ട് ആ സർക്യൂട്ടിനെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ആ കറണ്ട് പോകുന്ന ആ ഒരു പാത അതങ്ങോട്ട് തടസ്സം നിൽക്കും. ഓക്കെ, അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു നമ്മൾ വിചാരിക്കുക അയൺ ബോക്സ് നമ്മൾ ഇസ്തിരി ഇടുകയാണ്, പെട്ടെന്ന് ഓവർലോഡ് വന്നു, കറണ്ട് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഫ്യൂസ് എലിമെൻറ്റ് മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പം തന്നെ ഡൗൺ ആവും. ഓക്കെ, അപ്പോൾ നമ്മളുടെ കറണ്ട് അങ്ങോട്ട് ഓഫ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ആരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഈ ഒരു അപ്പാരറ്റസ് അല്ലെങ്കിൽ മെഷീൻസിനെ നമുക്ക് നല്ല രീതിയിൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. ഓക്കെ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതിന് കേടുപാടുകൾ വരാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു നിർത്താൻ പറ്റും. ഓക്കെ, പിന്നെന്താ പറയേണ്ടത്? ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ എനിക്കൊരു വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്യൂസ്, അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്യൂസിബിൾ എലിമെൻ്റ് ഉണ്ട്. ഓക്കെ, ഒരു മെറ്റൽ കണ്ടക്ടർ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ വളരെ കുറവായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാർട്രിഡ്ജ് ആയിരിക്കും. ബേസിക്കലി ഒരു കേസോ ഒരു കാർട്രിഡ്ജ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലായിരിക്കും ഈ ഫ്യൂസിബിൾ എലിമെൻറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർലോഡ് വരുന്ന സമയത്ത് ഈ ഫ്യൂസ് എലിമെൻ്റാണ് എന്തായി പോകുന്നത്? മെൽറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ ബാറ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു നൂല് പോലെ അതിൻ്റെ നടക്ക് കൂടെ അങ്ങനെ പോകും. ചെറിയ ബാറ്ററി ആയിരിക്കും. ഓക്കെ, സെല്ല് നമ്മളുടെ ഇൻവെർട്ടറിൻ്റെയൊക്കെ സെല്ല് നിങ്ങൾ കണ്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുണ്ടാവും ഒരു കമ്പി ആയിരിക്കും. നമ്മൾ നോക്കുക എന്താ ചെയ്യുക? അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ആ കമ്പി പൊട്ടിയിട്ടുണ്ടാവും. നമ്മൾ പണ്ടത്തെ ബൾബൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫിലമെൻ്റ് നോക്കിക്കഴിഞ്ഞാൽ മതി.
നമ്മളെ ആ മഞ്ഞ ബൾബ് ഉണ്ടാവില്ല പണ്ടത്തെ, ആ ബൾബ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു വട്ടത്തിലൊരു ഫിലമെൻ്റ് ഉണ്ടാവും. ആ ഫിലമെൻ്റ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഇപ്പോൾ അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ ഫിലമെൻ്റ് പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഫ്യൂസ് എലിമെൻറ്റും അതേപോലെ എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്യും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ നോളജിന് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഫ്യൂസിബിൾ എലിമെൻറ്റ്, ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് സെറ്റപ്പിനെയാണ് ഫ്യൂസ് എന്ന് പറയുന്നത്. ഫ്യൂസിബിൾ എലിമെൻ്റ് എന്നാണ് ആ ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ. അത് ഒരിക്കലും ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിരിക്കില്ല, കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ തന്നെ ആയിരിക്കും. അത് കൂടെ കറണ്ട് പാസ് ചെയ്യും. അവിടെ ബ്രേക്കേജ് വരുന്നതുകൊണ്ടാണ് കറണ്ട് തടസ്സപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അഡ്വാൻറ്റേജസിലേക്ക് പോവാം. എന്താണ് അഡ്വാൻറ്റേജസ്? ഇറ്റ് ഈസ് ദ ചീപ്പസ്റ്റ് ഫോം ഓഫ് പ്രൊട്ടക്ഷൻ അവൈലബിൾ. ചീപ്പസ്റ്റ് ഫോമാണ്. ഓക്കെ, വളരെയധികം എന്താണ് ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഈ ഒരു ഫ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊട്ടക്ഷൻ. പിന്നെന്താണ്, ഇറ്റ് നീഡ്സ് നോ മെയിൻ്റനൻസ്, മെയിൻ്റനൻസിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, പിന്നെന്താണ്, കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്. ഓക്കെ, അതിനൊരു കുഴപ്പമില്ല, ഓട്ടോമാറ്റിക് ആക്ഷനാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ബേസിക്കലി ഇതിൽ പറയണത്. പിന്നെന്താണ്, ഇറ്റ് ഇൻറ്ററപ്റ്റ്സ് എനർമോസ്റ്റ് ഷോർട്ട് സർക്യൂട്ട് കറൻറ്റ് വിത്തൗട്ട് നോയ്സ്, ഫ്ലെയിം, ഗ്യാസ് ഓർ സ്മോക്ക്. ഓക്കെ, അത് ഇൻറ്ററപ്റ്റ് ചെയ്യും. എന്തിനാണ് ഇൻറ്ററപ്റ്റ് ചെയ്യണത്? ഈ ഷോർട്ട് സർക്യൂട്ടൊക്കെ സംഭവിക്കുമ്പോൾ എന്താണ്, കൂടുതൽ ബഹളം വെക്കാതെയോ, ബഹളം എന്ന് പറഞ്ഞാൽ സൗണ്ട് ഒന്നും എന്താ പറയുക പ്രൊഡ്യൂസ് ചെയ്യാത്ത രീതിയിൽ, വിത്തൗട്ട് നോയ്സ്, ഫ്ലെയിം വരാത്ത രീതിയിൽ, ഗ്യാസോ സ്മോക്കോ ഒന്നും വരാത്ത രീതിയിൽ അതങ്ങോട്ട് എന്ത് ചെയ്യും, അതിനങ്ങോട്ട് ക്ലോസ് ചെയ്യും, ഇൻറ്ററപ്റ്റ് ചെയ്യും. എന്താ പറയുക, ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ തടസ്സം വരുത്തും, കറണ്ടിന് തടസ്സം കൊടുക്കുക. പിന്നെന്താണ്, സ്മോളർ സൈസസ് ഓഫ് ഫ്യൂസ് എലിമെൻറ്റ് ഇമ്പോസ് എ കറണ്ട് ലിമിറ്റിംഗ് എഫക്റ്റ് അണ്ടർ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ. ഓക്കെ, ചെറിയ സൈസ് എന്താ പറയുക ഫ്യൂസ് എലിമെൻ്റ് ആണ് ഈ കറണ്ട് ലിമിറ്റിംഗ് എഫക്റ്റിനെ ഒരു രീതിയിൽ വരെ എന്താ പറയുക പിടിച്ചു നിർത്താനുള്ള കെൽപ്പുള്ളത്. ഓക്കെ, പിന്നെന്താ, മിനിമം ടൈം ഓഫ് ഓപ്പറേഷൻ ക്യാൻ ബി മെയ്ഡ് മച്ച് സ്മോളർ ദാൻ ദാറ്റ് വിത്ത് ദ സർക്യൂട്ട് ബ്രേക്കേഴ്സ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിൻ്റെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക. കൺസിഡറബിൾ ടൈം ഇസ് ലോസ്റ്റ് ഇൻ റീവയറിംഗ് ഓർ റീപ്ലേസിങ് എ ഫ്യൂസ് ആഫ്റ്റർ ഓപ്പറേഷൻ. ഓക്കെ, റീവയറിങ് ചെയ്യാനോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനോ എന്താണ് ഈ ഫ്യൂസ് അതിന് ശേഷം കുറച്ച് ടൈം എടുക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻ ഓഫ് ഫ്യൂസ് വയർ എന്താണ് ചില സമയത്ത് ചോദിക്കാറുണ്ട്. എന്താണ്, ടു ക്യാരി ദ നോർമൽ വർക്കിംഗ് കറണ്ട് സേഫ്ലി വിത്തൗട്ട് ഹീറ്റിംഗ്. ഓക്കെ, നോർമൽ വർക്കിംഗ് കറണ്ടിനെ സേഫ്ലി ക്യാരി ചെയ്യുക. എങ്ങനെ, ഒരു ഹീറ്റിംഗ് എഫക്റ്റും പ്രൊഡ്യൂസ് ചെയ്യാതെ. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്, ടു ബ്രേക്ക് ദ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുക വെൻ ദ കറണ്ട് എക്സീഡ്സ് ദ ലിമിറ്റിംഗ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിൻ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ടു ക്യാരി ദ നോർമൽ വർക്കിംഗ് കറണ്ട്, നോർമലായിട്ട് വരുന്ന കറണ്ടിനെ ക്യാരി ചെയ്യുക വിത്തൗട്ട് ഹീറ്റ് ചെയ്യാതെ തന്നെ കൊണ്ടുപോവുക. ഓക്കെ, രണ്ടാമതായിട്ട് വരുന്ന പോയിൻ്റാണ് ടു ബ്രേക്ക് ദ സർക്യൂട്ടിനെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുക. ഓക്കെ, സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആകെ പൊട്ടിത്തെറിക്കുക എന്നല്ല, ആ ഫ്യൂസിബിൾ എലിമെൻ്റ് അങ്ങോട്ട് പൊട്ടും, ചെറിയ രീതിയിൽ അങ്ങോട്ട് കട്ടാവും. ഓക്കെ, അപ്പോൾ ടു ബ്രേക്ക് ദ സർക്യൂട്ട് വെൻ ദ കറണ്ട് എക്സീഡ്സ് ദ ലിമിറ്റിംഗ് കറണ്ട്. ഓക്കെ, എപ്പോഴാണോ കറണ്ട് എക്സീഡ് ചെയ്യണത്, ലിമിറ്റിംഗ് കറണ്ടിനെ കാട്ടി എക്സീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ സർക്യൂട്ടിനെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുക. അതാണ് നമ്മളുടെ ഫ്യൂസ് വയറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ പറയേണ്ടത് എന്താണ്, നമ്മളെ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ഫ്യൂസ് എലിമെൻറ്റ്സ്. ഓക്കെ, എങ്ങനെയായിരിക്കണം ഫ്യൂസ് എലിമെൻ്റായിട്ട് യൂസ് ചെയ്യണ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആയി കഴിഞ്ഞാൽ എന്താവും, എത്ര ചൂട് അതിലേക്ക് വന്നാലും അത് മെൽറ്റ് ആവില്ല അല്ലേ. ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആകുമ്പോൾ എന്താ, ഒരു ലിമിറ്റിംഗ് കാട്ടി കൂടിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ട് മെൽറ്റ് ആവും. ഓക്കെ, പിന്നെന്താണ്, ഹൈ കണ്ടക്ടിവിറ്റി. ഓക്കെ, നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ലോ കോസ്റ്റ് ആയിരിക്കണം. ഫ്രീ ഫ്രം ഡിറ്റീരിയോറേഷൻ, പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കാൻ പാടില്ല. ഓക്കെ, പെട്ടെന്ന് പൊട്ടാനുള്ളൊന്നും സാധ്യത ഉണ്ടാവാൻ പാടില്ല. ഓക്കെ,
അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കണം. രണ്ടാമത്തെ എന്താണ്? ഹൈ കണ്ടക്ടിവിറ്റി. ഓക്കെ. മൂന്നാമത്തെ ലോ കോസ്റ്റ്. നാലാമത്തത് ഫ്രീ ഫ്രം ഡിറ്റീരിയോറേഷൻ. ഇതൊക്കെ ആയിരിക്കണം ഒരു ഫ്യൂസ് എലിമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യണ ഫ്യൂസ് എലിമെൻ്റ് ഏതൊക്കെ മെറ്റീരിയൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിന്നുണ്ട്, ലെഡ് ഉണ്ട്, സിൽവർ, കോപ്പർ, സിങ്ക്, അലുമിനിയം, പിന്നെ അലോയ് ഓഫ് ലെഡ് ആൻഡ് ടിൻ. ഈ മെറ്റീരിയൽസൊക്കെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും? ഫ്യൂസ് എലിമെൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ലെഡ്, സിൽവർ, കോപ്പർ, സിങ്ക്, അലുമിനിയം ആൻഡ് അലോയ് ഓഫ് ലെഡ് ആൻഡ് ടിൻ. ഈ മെറ്റീരിയൽസൊക്കെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും? നമുക്ക് ഫ്യൂസ് എലിമെൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഫ്യൂസിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫ്യൂസിബിൾ എലിമെൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു എലിമെൻ്റ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? പലതരത്തിലുള്ള നമുക്ക് എന്തുണ്ട്? ഫ്യൂസ് യൂണിറ്റ് ഉണ്ട്. ഓക്കെ. പലതരത്തിലുള്ള ഫ്യൂസ് യൂണിറ്റുകൾ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. ഓക്കെ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് ടൈപ്പ് ഫ്യൂസ് യൂണിറ്റ്. ഓക്കെ. റൗണ്ട് ആയിരിക്കും. ആ ഒരു ടൈപ്പ് യൂണിറ്റിനാണ് റൗണ്ട് ടൈപ്പ് യൂണിറ്റ് എന്ന് പറയാറ്. ഓക്കെ. രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിറ്റ്കാറ്റ് ടൈപ്പ് ഫ്യൂസ് യൂണിറ്റ്. ഓക്കെ. മൂന്നാമത്തത് കാർട്രിഡ്ജ് ടൈപ്പ് ഫ്യൂസ് യൂണിറ്റ്. നാലാമത്തത് HRC ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് യൂണിറ്റ്. ഓക്കെ. HRCൻ്റെ ഫുൾ ഫോം ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഹൈ റപ്ചറിങ് കപ്പാസിറ്റി. HRC എന്ന് പറഞ്ഞാൽ ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് യൂണിറ്റ്. എന്ത് വേണമെങ്കിലും പറയാം. ഫ്യൂസസ് എന്നും ഫ്യൂസ് യൂണിറ്റ് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ആദ്യം റൗണ്ട് ടൈപ്പ്, രണ്ടാമത്തത് കിറ്റ്കാറ്റ്, മൂന്നാമത്തത് കാർട്രിഡ്ജ്, നാലാമത്തത് HRC അല്ലെങ്കിൽ ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് യൂണിറ്റ്. ഓക്കെ. ഇനി റൗണ്ട് ടൈപ്പ് ഫ്യൂസ് യൂണിറ്റ്. എന്താണ് റൗണ്ട് ടൈപ്പ്? ഓക്കെ. ഈ ഫ്യൂസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ പോർസിലെയിൻ അല്ലെങ്കിൽ ബേക്ക് ലൈറ്റിൻ്റെ ഒരു ബോക്സ് ആയിരിക്കും. ഓക്കെ. ആ ബോക്സിൻ്റെ ഉള്ളിൽ 2 സെപ്പറേറ്റ് വയേഴ്സ് ഉണ്ടാവും. ഓക്കെ. 2 സെപ്പറേറ്റ് വയർ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരു അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളുടെ ഫ്യൂസ് വയർ ഉൾപ്പെടുത്താനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ. എന്താണ് യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്യൂസിങ് യൂണിറ്റിൻ്റെ ഉള്ളിൽ ഒരു പോർസിലെയിനോ അല്ലെങ്കിൽ ബേക്ക് ലൈറ്റിൻ്റെ ബോക്സ് ആയിരിക്കും. ആ ബോക്സിൻ്റെ രണ്ട് സെപ്പറേറ്റ് വയറുണ്ടാവും. ഓക്കെ. ആ സെപ്പറേറ്റ് വയറിൽ ഒരു ഫ്യൂസ് വയർ അതിൻ്റെ ഇടയിൽ പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് തന്നെ ഉണ്ടാവും. ഓക്കെ. ഈ ഒരു ടൈപ്പ് നമ്മൾ ബേസിക്കലി അങ്ങനെ കൂടുതലായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കാറില്ല. ഓക്കെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസഡ്വാൻറ്റേജ് നമ്മൾ ശ്രദ്ധിക്കുക. ഒരു ടെർമിനൽ എപ്പോഴും അതിൽ എനർജി ഉണ്ടാവും. ഓക്കെ. ആൻഡ് ദെയർഫോർ ഫോർ റീപ്ലേസ്മെൻറ്റ് ദ വർക്കേഴ്സ് ഹാവ് ടു ടച്ച് ദ ലൈവ് മെയിൻസ് ഓർ ഓപ്പൺ ദ മെയിൻ സ്വിച്ച്. ഓക്കെ. എപ്പോഴും എനർജി ഉള്ളത് കാരണം നമുക്ക് എന്ത് ചെയ്യണം? അയാൾക്ക് ഒരു വർക്കറിന് അതിലെന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ് നടത്താമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ലൈവ് മെയിൻ വയറിനെ ടച്ച് ചെയ്യേണ്ട ഒരു ചാൻസ് വരും, അല്ലെങ്കിൽ മെയിൻ സ്വിച്ചിനെ ഓപ്പൺ ചെയ്യാനുള്ള ചാൻസ് വരും. അതുകൊണ്ടാണ് ബേസിക്കലി നമ്മൾ പറയണത് അതിൻ്റെ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയണത്. ഓക്കെ. അപ്പോൾ എന്താണ് റൗണ്ട് ടൈപ്പ് ഫ്യൂസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? റൗണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഒരു ബേക്ക് ലൈറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു പോർസിലൈനിൻ്റെയോ ഒരു ബോക്സ് ഉണ്ടാവും. ഓക്കെ. പിന്നെന്താണ്? 2 വയറിൻ്റെ ടെർമിനൽ ഉണ്ടാവും. ഓക്കെ. ആ വയറിൻ്റെ ടെർമിനലിൻ്റെ ഇടയിൽ
നമ്മൾ ഫ്യൂസ് വയറിനെ അങ്ങ് ഇൻകോർപ്പറേറ്റ് ചെയ്യാറാണ് പതിവ്. ഓക്കെ, പിന്നെ ഈ ഫ്യൂസ് വയർ നമ്മൾ ബേസിക്കലി അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് യൂണിറ്റ് നമ്മൾ ബേസിക്കലി നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെർമിനലിൽ എപ്പോഴും നല്ല എനർജി ഉണ്ടാവും. അതിൽ എനർജി എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഈ ഫ്യൂസ് എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണമെങ്കിൽ, ഓക്കെ, അപ്പോൾ ആ റീപ്ലേസ് ചെയ്യേണ്ട സമയത്ത് വർക്കേഴ്സ് എന്ത് ചെയ്യണം, ഈ മെയിൻ സ്വിച്ചിനെ അല്ലെങ്കിൽ മെയിൻ ലൈവ് വയറിനെ ടച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മെയിൻ സ്വിച്ചിനെ ഓപ്പൺ ആക്കേണ്ടി വരും. അതൊരു മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇനി ഇങ്ങനെ കണ്ടത് ഇതാണ് നമ്മളുടെ കിറ്റ്കാറ്റ് ടൈപ്പ്. ഇതാണ് ഞാൻ അത്രയും നേരം പറഞ്ഞിരുന്നത്. എന്ത്, നമ്മളുടെ പണ്ട് കാലങ്ങളിൽ കുറച്ച് കാലം മുന്നേ വരെയൊക്കെ ആണെങ്കിൽ ഈ ഒരു ടൈപ്പ് യൂണിറ്റ് ആയിരുന്നു നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്തത്. ഈ യൂണിറ്റ് ചില വീടുകളിൽ ഇപ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, കിറ്റ്കാറ്റ് ടൈപ്പ്. ഓക്കെ, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് റീവയറബിൾ. എന്താണ് റീവയറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീവയറബിൾ എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് അതിൽ വയർ ഉൾപ്പെടുത്താൻ പറ്റും. ആ ഒരു ടൈപ്പ് ഓഫ് എന്താണ് ഫ്യൂസിനെയാണ് നമ്മൾ റീവയറബിൾ ടൈപ്പ് അല്ലെങ്കിൽ കിറ്റ്കാറ്റ് ടൈപ്പ് ഫ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്നത് എവിടെയാണ്, ഹൗസ് വയറിങ്ങിലാണ്. അതേപോലെ തന്നെ ചെറിയ ചെറിയ കറണ്ട് സർക്യൂട്ട്സിലൊക്കെ നമ്മൾ ഈ ഒരു തരത്തിലുള്ള റീവയറബിൾ ടൈപ്പ് ഫ്യൂസാണ് ബേസിക്കലി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കിറ്റ്കാറ്റ് ടൈപ്പ്. നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, ചിലപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കുക വേറെ ഏതെങ്കിലും പേരായിരിക്കും. 2 പേരുണ്ടാകുമ്പോൾ കിറ്റ്കാറ്റ് എന്നായിരിക്കാം, അല്ലെങ്കിൽ റീവയറബിൾ ടൈപ്പ് ആയിരിക്കും. റീവയറബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും, കിറ്റ്കാറ്റ് ആകുമ്പോൾ നമ്മൾ മറക്കും. ഓക്കെ, അപ്പോൾ ഈ ഫ്യൂസ് വയർ നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്നത് ലെഡ്, ടിൻ, കോപ്പർ, അലുമിനിയം അല്ലെങ്കിൽ അലോയ് ഓഫ് ലെഡർ ടിൻ. ഓക്കെ, ലെഡും ടിന്നിൻ്റെ അലോയ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇതിൽ നമ്മൾ ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കണത്. ഓക്കെ, ഇതിൻ്റെ എന്താ പറയുക, ഓപ്പറേഷൻ നമ്മൾ ബേസിക്കലി അൺറിലയബിൾ ആണ് എന്നാണ് പറയാറ്. ഈ ഒരു കിറ്റ്കാറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺറിലയബിൾ ആയിട്ടുള്ള ഓപ്പറേഷനാണ് അതിൽ നടക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫ്യൂസ് പൊട്ടുകയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യമാണ്, കുറച്ച് കാലം മുന്നേ ആണെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ തന്നെയാണ് ഫ്യൂസ് വയർ മാറ്റാറ്. അല്ലാതെ അതിന് പോയിട്ട് എന്താ പറയുക, KCBക്കാരെ വിളിച്ചിട്ട് അവിടുന്ന് ആരെങ്കിലുമൊക്കെ വന്ന് ചെക്ക് ചെയ്ത് റെഡി ആവണേനെക്കാട്ടി നല്ലത് നമ്മൾ തന്നെയാണ്ട് വയർമാനാവും, അല്ലേ, വയറിങ്ങുകാരനാവും. നമ്മളെന്ത് ചെയ്യും, നമ്മൾ ആ വയർ അങ്ങോട്ട് പുതുക്കിയിട്ട് നമ്മളങ്ങോട്ട് കെട്ടും. ആ കെട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ സൈസ് ചിലപ്പോൾ കറക്റ്റ് സൈസ് ആയിരിക്കില്ല. ഫ്യൂസ് വയറിൻ്റെ സൈസ് ചിലപ്പോൾ ഒരു തെറ്റായ സൈസായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും, ദുരന്തമായിട്ട് മാറാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ഓവർലോഡ് കറണ്ട് വരുമ്പോഴും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകും. ആ ഫ്യൂസ് എലിമെൻറ്റ് ചിലപ്പോൾ മെൽറ്റ് ആവാനുള്ള, കൂടുതൽ വയർ വെച്ചിട്ട് കെട്ടുകയാണെങ്കിൽ അത് മെൽറ്റ് ആവാൻ സാധ്യത കുറവാണ്. അതിനൊരു നിശ്ചിത അളവേ നമ്മൾ കെട്ടാൻ പാടുള്ളൂ. ആ അളവിൻ്റെ അനുസരിച്ചേ നമ്മൾ കെട്ടുള്ളൂ. കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അത് ചിലപ്പോൾ കറണ്ട് നമുക്ക് ഷോക്ക് അടിച്ച് ചാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, പിന്നെന്താണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയണത്, ഫ്യൂസ് വയർ പെട്ടെന്ന് ഡിറ്റീരിയറേറ്റ് ചെയ്യും. ഓക്കെ, എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂ ടു ഓക്സിഡേഷൻ. ഓക്കെ, ഓക്സിഡേഷൻ കാരണം ത്രൂ കണ്ടിന്യൂസ് ഹീറ്റിംഗ് അപ്പ് ഓഫ് ദ എലിമെൻറ്റ്. ഓക്കെ, ഓക്സിഡേഷൻ കാരണം എങ്ങനെ കണ്ടിന്യൂസ് ഹീറ്റിംഗ് സംഭവിക്കുകയാണെങ്കിൽ, ഓക്കെ, ആ ഒരു എലിമെൻറ്റിന് കണ്ടിന്യൂസ് ഹീറ്റിംഗ് വരികയാണെങ്കിൽ എന്താണ്, ആ ഫ്യൂസ് വയർ ഡെറ്റീരിയേറ്റ് ആവാൻ സാധ്യത ഉണ്ട്. എങ്ങനെ, എന്താ പറയുക, നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട്, അതാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയണത്, ആക്യുറേറ്റ് കാലിബ്രേഷൻ ഓഫ് ദ ഫ്യൂസ് വയർ ഈസ് ഇമ്പോസിബിൾ. ഓക്കെ, ആക്യുറേറ്റ് കാലിബ്രേഷൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇത്ര സ്ട്രെങ്ത് ഉള്ള വയർ, ഇത്ര സ്ട്രെങ്ത് ഇല്ലാത്ത വയർ, അങ്ങനെ ആക്യുറേറ്റ് ആയിട്ട് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്യൂസ് വയർ നമുക്ക് ഒരിക്കലും പറ്റൂല എന്നാണ് പറയണത്. ഓക്കെ, ആസ് എ ലോങ് എ ഫ്യൂസ് വയർ ഓപ്പറേറ്റ് earlier than one of shorter length. Okay,
അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ പറയാൻ ഉദ്ദേശിച്ച എന്ത് നമ്മളുടെ കിറ്റ്കാറ്റ് ടൈപ്പ്. ഏതൊക്കെ ടൈപ്പാണ്? റൗണ്ട് ടൈപ്പ് പറഞ്ഞു, കിറ്റ്കാറ്റ് ടൈപ്പ് പറഞ്ഞു, ഇനിയുള്ളത് കാർട്രിഡ്ജ് ടൈപ്പ് ഫ്യൂസും അതേപോലെ ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസും. ഓക്കെ, അപ്പോൾ കാർട്രിഡ്ജ് ടൈപ്പ് ഫ്യൂസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ.